അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇതാണ് മൻസൂർ. അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. മൻസൂറിനെ കുറിച്ച് വിഷ്ണു പറയാറുണ്ട്. മൻസൂർ നല്ല മിമിക്രിസ്റ്റാ. പിന്നെ അത്യാവശ്യം നാടകവും കലാപരിപാടികളൊക്കെ ഉണ്ട് കയ്യിൽ. അങ്ങനെയൊന്നും ഇല്ല, അതൊക്കെ കളിക്ക് 350 രൂപ കിട്ടുന്ന കാലത്താണ്. ഇപ്പൊ ബിസിനസ് തുടങ്ങിയാൽ ആക്കുന്നത്. അല്ല, നമ്മളിപ്പോ എങ്ങോട്ടാ പോകുന്നത്? അത് പറയാൻ മറന്നു. എൻ്റെ മാമാൻ്റെ ഒരു പുര, മൂപ്പര് വലിയൊരു പുര ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്നപ്പോൾ 2 ദിവസം താമസിച്ചു. ഇതിന് മൂപ്പര് പറയാം, മൂപ്പര് ഉദ്ദേശിച്ച പുരതല്ല, മൂപ്പര് ഫാമിലി ആയിട്ട് പിന്നെയും ദുബായിക്ക് കാര്യങ്ങളൊക്കെ ഞാനാ നോക്കണേ. അവിടേക്ക് നമ്മൾ പോകും. അവിടെ ആകുമ്പോൾ ഫുള്ള് സേഫാണ്. I think the picture is clear now. പരപ്പാറ ജെയിംസ് ചാടിപ്പോയതായി വിഷ്ണുവും റോയും ചേർന്ന് ഒരു കഥയുണ്ടാക്കുന്നു. ഇതിനിടയിൽ എങ്ങനെയോ വണ്ടാഴി പാപ്പച്ചൻ വന്ന് വീണു. രണ്ടാളും കടത്തിൽ മുങ്ങി നിൽക്കുന്ന സമയമല്ലേ. പരപ്പാറ ജെയിംസ് എന്തെങ്കിലും പറഞ്ഞ് അവരെ പ്രലോഭിച്ചിട്ടുണ്ടാവണം. അങ്ങനൊരു മണ്ടത്തരം അവർ ചെയ്യോ സാർ? പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ എന്നും ചീത്തപ്പേരുണ്ടാക്കിയിട്ടുള്ളൂ ആ യൂസ്ലെസ്സുകൾ. കൊലപാതകം നടന്ന വീടിന്റെ സമീപത്ത് വെച്ച് തന്നെ അന്ന് പുലർച്ചെ 3 മണി വരെ അവർ രണ്ടാളുടെയും മൊബൈൽ ടവർ ലൊക്കേഷൻ കാണിക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് തനിക്കെന്താ പറയാനുള്ളത്? റോയുടെ ഫോൺ പിന്നെ സ്വിച്ച് ഓഫ് ആയി. അവിടുന്ന് കിട്ടിയ ID കാർഡും വീടിനകത്തുനിന്ന് കിട്ടിയ വിഷ്ണുവിന്റെ വിരലടയാളം കൂടി ആയപ്പോ കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ? അങ്ങനെയൊക്കെ ആണെങ്കിലും അവരൊരു കൊലപാതകത്തിന് കൂട്ടുനിൽക്കുമെന്ന് എനിക്കായിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല സാർ. എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ഇതിന്റെ പിന്നിൽ അവന്മാർ തന്നെയാണ്. തനിക്ക് ഇപ്പോഴും അവരുടെ സോഫ്റ്റ് കോർണർ ഉണ്ട്, അതെനിക്കറിയാം. അവരുടെ അച്ഛന്മാരുടെ ബാച്ച്മേറ്റ് ആയിരുന്നല്ലോ താൻ. അവർക്ക് ഈ കേസുമായി ബന്ധമില്ലെങ്കിൽ പിന്നെ എന്തിനാണോ ആ SI ബാസറിനോട് തിരുവനന്തപുരത്തേക്ക് പോവാന്ന് കള്ളം പറഞ്ഞിട്ട് അവർ തമിഴ്നാട്ടിലേക്ക് മുങ്ങിയത്? നിങ്ങളുടെ സൽക്കാരം സ്വീകരിക്കാൻ വേണ്ടി വന്നതല്ല ഞങ്ങള്. മോന്റെ വേഷം പോലീസിന്റേതാണെങ്കിലും പണി കള്ളന്റേതാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഒരു കൊലയാളിയെ കൊണ്ട് എന്റെ മോളെ വിവാഹം കഴിപ്പിക്കേണ്ട ഗതികേടൊന്നും ഇപ്പൊ എനിക്കില്ല. നിങ്ങളുടെ മോനണിയിച്ച മോതിരം വാടോ. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ ഈ ബന്ധം നമുക്ക് ചേരില്ലാന്ന്. കംപ്ലീറ്റ് പൊടിയാണല്ലോ. ഒരടിച്ചേൽക്കാർ ജാനുവിനെ വെക്കാൻ പറഞ്ഞാൽ മാമ കേൾക്കൂല. ഇത് മൊത്തം ഞാൻ തന്നെ ചെയ്യേണ്ടി വരും. അല്ല, 2 ഷെയ്ക്കുമാർ ഫ്ലൈറ്റ് ഇറങ്ങി വരുന്ന മാതിരി ഈ വേഷത്തിൽ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ പെറ്റുമ്മമാർ തിരിച്ചറിയിക്കും. ഇനി ധൈര്യമായിട്ട് പുറത്തു വയ്ക്കോളി. പക്ഷെ ഈ പോലീസിന്റെ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റണം. ആ മസിൽ കൊടുത്താണ്ട് ഒഴിവാക്കി. മനസ്സിലായി? എവിടെ വരെ? നിങ്ങളെ 2 മൊബൈൽ ഇപ്പോൾ പാണ്ടിലോറിയിൽ കേരള ബോർഡർ കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി പോലീസിന് അന്വേഷണം മുഴുവൻ തമിഴ്നാട്ടിലേക്കും. നിങ്ങൾ പോലീസ് രേഖാചിത്രം വരയ്ക്കുന്നതാണല്ലേ? അങ്ങനെയാണ് ആ ഒളിഞ്ഞു നോട്ടക്കാരുടെ രേഖാചിത്രം ഒന്ന് വരച്ചു നോക്കി. എന്നിട്ട് നമുക്കത് രതീഷേട്ടന് വാട്സാപ്പിൽ അയച്ചു കൊടുക്കാം. മൂപ്പര് തപ്പിയെടുത്തോളൂ. നമ്മളെ വയ്ക്കും നമുക്ക് അന്വേഷിക്കാം. ഈ വേഷത്തിൽ നമ്മൾ പേടിക്കണ്ടല്ലോ. പിന്നെന്താ, നമുക്കിറങ്ങാം. അങ്ങനെ അന്വേഷണം ഒന്നിച്ച് വേണ്ട. ഗോപാലൻ, അന്ന് രാത്രി കണ്ട നീ വരല്ലേ? ഇവന്മാരാണോന്നൊരു സംശയമുണ്ട് സാറേ. രാത്രി ആയതുകൊണ്ട് ശരിക്കും കാണാൻ പറ്റിയില്ല. രാത്രി ഒളിഞ്ഞു നോട്ടത്തിന് പോകുമ്പോ നീ ശരിക്കും കാണാറുണ്ടല്ലോ. ഇവന്റെ ഫിംഗർ പ്രിന്റ് നോക്കിയിരുന്നോ? നോക്കിയിരുന്നു മാഡം, മാച്ച് ആവുന്നില്ല. അല്ല സാറേ, ഈ കേസ് തെളിയിക്കാൻ സഹായിച്ചതിന് എന്റെ പടം പത്രത്തിൽ വരും, മിക്കവാറും വരും. അത് മതി. മൊത്തം നക്ഷത്രമാണല്ലേ ഇന്നത്തെ ക്രിസ്മസാ. ഇതാണ് നിന്റെ കയ്യിലിരിപ്പെങ്കിൽ അധികം താമസിയാതെ എന്റെ പടം പത്രത്തിൽ വരും. ചരമകോളത്തിലാണെന്ന് മാത്രം ഒളിഞ്ഞൊക്കെ നടക്കുന്നത്. ഇനി രാത്രി എങ്ങനെ നിന്നെ പുറത്ത് കണ്ട നിന്റെ കണ്ണി ഞാൻ കുത്തിപ്പിടിക്കും. എന്തോ ആവശ്യം വന്നാ വിളിപ്പിക്കും. വന്നോണം. പിന്നെ എന്റെ പട്ടി വരും, വിളിച്ചു വരുത്തിട്ട് കണ്ണു കുത്തി പൊട്ടിക്കാനല്ലേ. ഇതാവണല്ലേ
തന്നെ എനിക്ക് വല്ലാത്തൊരടുപ്പം തോന്നി. സ്വഭാവം മാറ്റിയില്ല. എന്താ പന്റെ ഉദ്ദേശം? ഇവിടെ ഒളിച്ചു താമസിക്കാൻ വന്നാണ് സുഖവാസ മാമാന്റെ പ്രകടനം ഞാൻ ഇവിടെ സമ്മതിക്കൂല. എന്ത് മനസ്സിലാക്കണം? ഈ ബ്രോക്കറാ ഉളുപ്പുണ്ടോ? റോയ് സാർ ഇതാ ഇവന്താ ഒരു പെണ്ണിനായിട്ട് വന്നീനാ. പെണ്ണിന്റെ മുഖം ഞാൻ കാണട്ടെ. ഇത് ജെയിംസ് അല്ലേ? ആണോ? പിന്നല്ലാണ്ട് എന്നിട്ട് ഇവനെന്താ കോലത്തില്? അതൊക്കെ പറയാം. നടന്നത് എന്താണെന്ന് ജെയിംസ് പറയട്ടെ.